സ്റ്റേജുകൾ മിസ് ചെയ്യുന്നില്ലേ? പിന്നെ തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് നമുക്കൊരു ലൈഫ് തന്നെ മിസ്സായ പോലത്തെ ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും കലാകാരന്മാർക്കും ഒരു പുനർജീവനം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പം ഒരുപാട് ലെജൻസിനോടൊപ്പം കൊളാബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, ആരുടെയൊക്കെ കൂടെയാണ് ചെയ്തിട്ടുള്ളത്? എനിക്ക് വായിക്കാൻ അവസരം കിട്ടിയ രാജേഷ് സാറിന് വേണ്ടി വായിച്ചിട്ടുണ്ട്. എൻ്റെ ഞാൻ ഒരു സന്ദീപ് ഉണ്ട്, പിന്നെ മോഹിനി എന്ന് പറഞ്ഞൊരു ഗിറ്റാറിസ്റ്റാണ്. സോ അതിൽ ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ ഡ്രമ്മേഴ്സ്. ഡേവ് വെക്കൽ എന്ന് പറഞ്ഞൊരു ഡ്രമ്മറുണ്ട്, അദ്ദേഹമായിട്ട് ചെയ്തിരുന്നു. പിന്നെ സൈമൺ ഫിലിപ്സ്. ഇവരെല്ലാം ലോകത്തിലെ നമ്പർ 1 ലൈനിലുള്ള ഡ്രമ്മേഴ്സ് ആണ്. എന്നോടൊക്കെ ആണെങ്കിൽ ഒരു ഇപ്പൊ തിരിച്ചിപ്പം അഭിജിത്ത് ഇവിടെ ഇരുന്നിട്ട് എന്നോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ചോദ്യം മതി, ഞാൻ പിന്നെ ബാക്കി ഫുൾ അങ്ങ് പറഞ്ഞു വിടും, ഇനി ഇങ്ങോട്ടേക്ക് ഒന്നും ബാക്കി വെക്കത്തില്ല. പക്ഷെ ഇത് അഭിജിത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറയൂ മോനെ. അല്ല, ഞാൻ കുറച്ച് സംസാരം കുറവുള്ള ആളാണ്. ജസ്റ്റ് ഇങ്ങനെ വെറുതെ ചാനൽ മാറ്റുന്ന ആൾക്കാർ ഇങ്ങനെ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ കാതല് അല്ലെങ്കിൽ ഒരു സ്ഥലമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അടുത്ത പാട്ടിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. എന്തായാലും വിഷമിക്കേണ്ട, അടുത്ത പാട്ട് ഇതാ വരുന്നുണ്ട്. ഏത് അടുത്തത്? നമുക്ക് ഒരു പാട്ടാക്കണ്ട, തിക്ക് താന വരമ്പേ കല്ല്. നമുക്ക് ഒരു പാട്ടാക്കണ്ട, നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് സോങ്സ്, ഒരു മെഡ്ലി പോലെ. എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ച് സോങ്സ് നമുക്ക് ഇവരുമായിട്ട് ചേർന്ന് ഇങ്ങനെ റെഡി അല്ലേ?
ശരിക്കും എനിക്കില്ലേ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പം എന്തെല്ലോ ഒക്കെ ഓർമ്മ വന്നോട്ടെ. പെട്ടെന്ന് ആക്ച്വലി ശരിക്കും പഴയ ഏതെങ്കിലും ബാലുചേട്ടനെ മിസ് ചെയ്തില്ലേ? ഓ അതല്ല, ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ ഒരു ഇമോഷണൽ പേഴ്സൺ ആണ്. ഓ എനിക്ക് ആ ഉയരെ വായിച്ചിട്ട് എനിക്ക് ശരിക്കും എനിക്ക് ഞാൻ ചിലപ്പോൾ എന്നെ ആക്ടിങ് ആണെന്ന് തോന്നും. പക്ഷേ ഇല്ല, ഞാൻ വിചാരിച്ചു ഇനി പഴയ ഏതെങ്കിലും. അല്ല അത് ഓർക്കാൻ വേറുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ശരിക്കും എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഈ ഒരു വെറുതെ ക്ലാസിക്കൽ വായിച്ചുകൊണ്ടിരുന്ന ഒരു ആൾക്കാരിൽ നിന്നും ഇത്തരം പാട്ടിലേക്കുള്ള ആ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ബാലുചേട്ടൻ തന്നെയാണ്. അത് ഒരു വേദി മാത്രമേ ഞാൻ ചേട്ടൻ്റെ കൂടെ കൂടിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ബാലുചേട്ടൻ വയലിൻ മേഖലയിൽ എന്തൊക്കെ കുറേ വെറൈറ്റീസ് ചെയ്യാം, പിന്നെ സാധ്യതകൾ എന്തൊക്കെ ഉണ്ടെന്ന് കുറേ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ളതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചേക്കുന്നത് ബാലുചേട്ടൻ തന്നെയാണ്.